കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗത്ത് പാഠം 9 ഡിസ്കസ് ചെയ്യുന്നത്. പാഠം 9 ഭരണഘടനയ്ക്കൊരു മുഖവുര. എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവ അടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ തന്നതാണ്. ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവ അടങ്ങിയ ഒരു ആധികാരിക രേഖയാണ് ഭരണഘടന. ദെൻ എങ്ങനെയാണ് ഒരു ഭരണഘടന ഉണ്ടായി വരുന്നത്? ഭരണഘടനയുടെ മുൻഗാമികൾ ആരൊക്കെയാണ്? ലോക ചരിത്രത്തിലെ ഭരണഘടനയുടെ മുൻഗാമികളെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഹമ്മുറാബിയുടെ നിയമസംഹിത. ഹമ്മുറാബിയുടെ നിയമസംഹിത ഏറ്റവും പഴക്കം ചെന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ഹമ്മുറാബി എന്ന് പറയുന്നത് ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു. ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയാണ് ലോകത്തിൽ ആദ്യമായിട്ടൊരു നിയമസംഹിത കൊണ്ടുവരുന്നത്. ദെൻ മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട ഇംഗ്ലണ്ടിലെ ഏകാധിപത്യത്തിനെതിരെ 1215 ജോൺ രാജാവിനെ കൊണ്ട് ജനങ്ങൾ ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട. ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണമായിരുന്നു. ഇതിനെതിരെ ജനങ്ങൾ ഇറങ്ങുകയും 1215 രാജാവായിരുന്ന ജോൺ രാജാവിനെ തടഞ്ഞുവെച്ച് നിർബന്ധപൂർവം ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട. 3. മഹത്തായ വിപ്ലവം. 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് മഹത്തായ വിപ്ലവം നടക്കുന്നത്. 1688 രാജാക്കന്മാരും പാർലമെൻറ്റും തമ്മിൽ സംഘർഷം തുടങ്ങുകയും പാർലമെൻറ്റ് അധികാരത്തിൽ വരികയും ചെയ്തു. ഇംഗ്ലണ്ടിലെ 17ാം നൂറ്റാണ്ടിൽ രാജാക്കന്മാരുടെ ഭരണമായിരുന്നു. 1688 രാജാക്കന്മാരും പാർലമെൻറ്റ് പറയുമ്പോൾ ജനങ്ങളും തമ്മിൽ സംഘർഷം തുടങ്ങുകയും പാർലമെൻറ്റ് അധികാരത്തിലേക്ക് വരികയും ചെയ്തു. ഈ സംഭവത്തെയാണ് മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. രാജഭരണത്തിൽ നിന്ന് പാർലമെൻറ്റ് ഭരണത്തിലേക്ക് വന്നതിനെയാണ് മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. ദെൻ അമേരിക്കൻ സ്വതന്ത്ര പ്രഖ്യാപനം. ബ്രിട്ടൻ്റെ ഭരണത്തിനെതിരെ, അമേരിക്കയിൽ ബ്രിട്ടൻ്റെ ഭരണമായിരുന്നു. ആ ഭരണത്തിനെതിരെ അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ കോളനികൾ, ആകെ 13 അമേരിക്കൻ കോളനികളായിരുന്നു. ഇവിടെ എല്ലാ കോളനികളിലും ബ്രിട്ടൻ ഭരണത്തിനെതിരെ സമരങ്ങൾ തുടങ്ങുകയും 1776 അമേരിക്കൻ സ്വതന്ത്ര പ്രഖ്യാപനം കൊണ്ടുവരികയും ചെയ്തു. ഇതാണ് അമേരിക്കൻ സ്വതന്ത്ര പ്രഖ്യാപനം. ബ്രിട്ടനെതിരെ 13 അമേരിക്കൻ കോളനികൾ സമരത്തിലേർപ്പെടുകയും 1776 അമേരിക്കൻ സ്വതന്ത്ര പ്രഖ്യാപനം കൊണ്ടുവരികയും ചെയ്തു. ഇതിനു ശേഷമാണ് ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയിലാണ് വന്നത്. ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടനയിലേക്ക് നയിച്ച സംഭവങ്ങളാണിത്. ദെൻ ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം 1789. ഫ്രഞ്ച് വിപ്ലവം 1789. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ദെൻ ഭരണഘടന പലതരത്തിലുണ്ട്. അതിൻ്റെ തരംതിരിക്കലിൻ്റെ ഒരു മാപ്പാണ് തന്നിട്ടുള്ളത്. ഭരണഘടന 3 നോക്കാം. സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലും മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയയുടെ അടിസ്ഥാനത്തിലും രൂപം കൊണ്ട രീതിക്കും ഭരണഘടനയെ തരംതിരിക്കാം. ഭരണഘടന സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലിഖിതവും അലിഖിതവുമുണ്ട്. ലിഖിതം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ച ഭരണഘടനയാണ് ലിഖിതം എന്ന് പറയുന്നത്. അലിഖിത ഭരണഘടന എന്ന് പറയുമ്പോൾ
കൃത്യമായിട്ടൊരു പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കാത്ത ഘടനകളെ അലിഖിത ഭരണഘടന എന്ന് പറയും. ലിഖിതം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചത്, അലിഖിതം എഴുതി വെക്കാത്തത്. ദെൻ മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കാം: ദൃഢമായതും അയവുള്ളതും. അതായത് ഭേദഗതി കൊണ്ടുവരാൻ, ഒരു ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവരുവാൻ ഒരുപാട് കർശനമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ടെങ്കിൽ അത് ദൃഢമായ ഭരണഘടനയാണ്. പ്രത്യേക നടപടിക്രമങ്ങളൊന്നുമില്ലാതെ ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അയവുള്ള ഭരണഘടനയാണ്. ഓക്കെ. ദെൻ ലാസ്റ്റ്, രൂപം കൊണ്ട രീതിയുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനയെ രണ്ടായിട്ട് തിരിക്കാം: നടപ്പിലാക്കിയത്, പരിണമിച്ചത്. നടപ്പിലാക്കിയത് എന്ന് പറയുമ്പോൾ ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭയൊക്കെ രൂപീകരിച്ച് അതിൽ കൃത്യമായിട്ട് അംഗങ്ങളും ലക്ഷ്യങ്ങളും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനയാണ് നടപ്പിലാക്കിയത് എന്ന് പറയുന്നത്. പരിണമിച്ചത് പറഞ്ഞാൽ കാലാനുസൃതമായിട്ട് പരിണമിച്ച് വന്നിട്ടുള്ള നിയമവും അതിൻ്റെ വ്യവസ്ഥകളുമാണ് പരിണമിച്ച ഭരണഘടന എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. ദെൻ ഇതിനോരോന്നിനും ഓരോ രാജ്യത്തിന് ഈ പലതരത്തിലുള്ള ഭരണഘടനകൾ ഓരോ രാജ്യത്തും നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ലിഖിത ഭരണഘടന ഉള്ളത് എക്സാമ്പിൾസ്: ഇന്ത്യ, അമേരിക്ക. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയിൽ, അതുപോലെ അമേരിക്കയിൽ, അമേരിക്കൻ ഐക്യനാടുകളിൽ. ദെൻ അലിഖിതമുള്ളത് UK, ന്യൂസിലാൻഡിൽ. ദെൻ ദൃഢമായിട്ടുള്ള ഭരണഘടനയാണ് അമേരിക്ക, ഓസ്ട്രേലിയയിലൊക്കെ ഉള്ളത്. അയവുള്ള ഭരണഘടനയാണ് UK, ന്യൂസിലാൻഡിൽ. നടപ്പിലാക്കിയ ഭരണഘടനയാണ് അമേരിക്കയിലും അതുപോലെ ഇന്ത്യയിലും. പരിണമിച്ച ഭരണഘടനയാണ് UK-യിലും കാനഡയിലും. കാനഡയിലും UK-യിലൊക്കെ പരിണമിച്ച് വന്നിട്ടുള്ളതാണ്. ഇത് ഇനിയും രാജ്യങ്ങളുണ്ട്. ഇത് പാഠപുസ്തകത്തിലും ഹാൻഡ് ബുക്കിലും തന്നിട്ടുള്ള എക്സാമ്പിൾസാണ് തന്നിട്ടുള്ളത്. ഒരു ഭരണഘടനയ്ക്ക് ആവശ്യമായ ഗുണങ്ങൾ ഏതൊക്കെയാണ്? ഭരണഘടനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളാണ് സമഗ്രത, സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത. സമഗ്രത, അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, പൗരന്മാരുടെ അവകാശങ്ങൾ, കടമകൾ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിവരിക്കുന്നതാവണം ഭരണഘടന. ദെൻ സംക്ഷിപ്തത, ദെൻ വ്യക്തത, കൃത്യമായിരിക്കണം. കൺഫ്യൂഷൻസും ഡൗട്ട്സും ഒരു ഭരണഘടനയിൽ വരാൻ പാടില്ല. ചലനാത്മകത, കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതായിരിക്കണം ഭരണഘടന. ദെൻ അനുയോജ്യത, ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും രീതികൾക്കും അനുയോജ്യമായിട്ടുള്ളതായിരിക്കണം ഭരണഘടന. അപ്പോൾ ഭരണഘടനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളാണ് സമഗ്രത, സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത. ദെൻ അരിസ്റ്റോട്ടിലിനെ പരാമർശിക്കുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞതാണ്. കൃത്യമായിട്ട് ഭരണഘടന നിർമ്മാണ സഭയെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നത് അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസമാണ് ഭരണഘടന എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസമാണ് ഭരണഘടന. ഇദ്ദേഹം നിയമങ്ങളെ സാധാരണ നിയമങ്ങളെന്നും ഭരണഘടനാ നിയമങ്ങളെന്നും തരംതിരിച്ചു. അരിസ്റ്റോട്ടിൽ നിയമങ്ങളെ സാധാരണ നിയമങ്ങൾ, ഭരണഘടനാ നിയമങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ദെൻ ലോക ഭരണഘടനാ ചരിത്രം ആണ് പറഞ്ഞു. ദെൻ ഇന്ത്യയിലെ ഭരണഘടനാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമാണ് നോക്കുന്നത്. ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് ഭരണഘടന വരുന്നത്. ഓരോ സംഭവങ്ങളും നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിക്കപ്പെടുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിക്കപ്പെടുന്നത്. ദെൻ 1857 ഒന്നാം സ്വതന്ത്ര സമരം. 1857 ഒന്നാം സ്വതന്ത്ര സമരം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ ബഹുജന സമരമായിരുന്നു ഇത്. ഇതിന് റിസൾട്ടായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിപ്പിച്ചു. ദെൻ ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയാണ്. ഗവർണർ ജനറൽ എന്ന പോസ്റ്റ് മാറ്റിയിട്ട് വൈസ്രോയി എന്നൊരു പോസ്റ്റ് രൂപീകരിക്കുകയും ചെയ്തു.
1857 ഒന്നാം സ്വതന്ത്ര സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ ബഹുജന സമരമാണ്. ഈ സമരത്തിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിപ്പിച്ച് ബ്രിട്ടീഷ് രാജ്ഞി ഡയറക്റ്റായിട്ട് ഇന്ത്യൻ ഭരണം ഏറ്റെടുക്കുകയും ഗവർണർ ജനറൽ എന്ന പോസ്റ്റ് മാറ്റിയിട്ട് വൈസ്രോയി എന്ന ഒരു പദവി രൂപീകരിക്കുകയും ചെയ്തു. ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ. ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ. 3 തവണയാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ വന്നത്. 1861, 1892, പിന്നെ 1999. 1861, 1892, 1992, 1999 കൗൺസിൽ ആക്ടുകൾ നിലവിൽ വന്നത്. 1861 കൗൺസിൽ ആക്ട് എന്തായിരുന്നു? ഗവർണർ ജനറൽ കൗൺസിൽ നിയമനിർമ്മാണത്തിന് വേണ്ടി വിപുലീകരിച്ചു. 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ കൗൺസിൽ നിയമനിർമ്മാണത്തിന് വേണ്ടി വിപുലീകരിച്ചു. ഇത് പുസ്തകത്തിലില്ല, ഹാൻഡ് ബുക്കിൽ വരുന്നതാണ്. 1892 രണ്ടാമത്തെ കൗൺസിൽ ആക്ട് പ്രകാരം 1892 ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, സംസ്ഥാന കൗൺസിൽ എന്നിവയിലെ അംഗസംഖ്യ കൂട്ടി. 1892 ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും സംസ്ഥാന കൗൺസിലും അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. ലാസ്റ്റ് വന്ന കൗൺസിൽ ആക്ടാണ് 1909 ആക്ട്. ഇതിനെ മിൻറ്റോ മോർലി കൗൺസിൽ ആക്ട് എന്ന് പറയുന്നു. 1909 കൗൺസിൽ ആക്ടിനെ മിൻറ്റോ മോർലി പരിഷ്കാരം എന്ന് പറയുന്നു. ഇത് പ്രകാരം ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, സംസ്ഥാന കൗൺസിൽ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. സ്വതന്ത്ര സമര പ്രസ്ഥാനങ്ങൾ. മറ്റൊരു സംഭവമാണ് സ്വതന്ത്ര സമര പ്രസ്ഥാനങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ മിക്ക സ്വതന്ത്ര സമരങ്ങളും നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്വതന്ത്ര സമരങ്ങൾ നടന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്താണ്? ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നത്. ഇത് 1858 1919 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നു. 1858 ആദ്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിപ്പിച്ച് ബ്രിട്ടീഷ് രാജ്ഞി അധികാരം ഏറ്റെടുത്തു. 1857 ശേഷം കഴിഞ്ഞിട്ടുള്ള വർഷം വന്നതാണ് 1858. ഇത് പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുകയും ബ്രിട്ടീഷ് രാജ്ഞി അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് വന്ന 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു. സംസ്ഥാന നിയമനിർമ്മാണ വിപുലീകരണം, അതുപോലെ പ്രവിശ്യകളുടെ ദ്വിഭരണമാണ് ഇതുമൂലം കൊണ്ടുവന്ന മാറ്റങ്ങൾ. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണ വിപുലീകരണം നടത്തി പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവരുന്നു. അവസാന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ് 1935. ഇത് പ്രകാരം ഭരണഘടന രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഭരണഘടന രൂപീകരണത്തിന് തീരുമാനമെടുക്കുന്നു. ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച കമ്മീഷനാണ് ക്യാബിനറ്റ് മിഷൻ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച കമ്മീഷൻ 1946 ഭരണഘടന നിർമ്മാണ സഭ നിലവിൽ വന്നു. ക്യാബിനറ്റ് മിഷൻ്റെ അടിസ്ഥാനത്തിലാണ് 1946 ഭരണഘടന നിർമ്മാണ സഭ നിലവിൽ വരുന്നത്. ക്യാബിനറ്റ് മിഷനിലെ 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റെഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്, A.V. അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷനിലെ 3 അംഗങ്ങളാണ് സ്റ്റെഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്,
AV അലക്സാണ്ടർ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിന് ഭരണഘടനാ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, 1857 സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആൻഡ് ക്യാബിനറ്റ് മിഷൻ. ഓരോന്നും എന്താണെന്ന് വിവരിച്ചു തന്നു. ദെൻ ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന രൂപീകരിക്കുന്നത്. ഈ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് കരട് രൂപം തയ്യാറാക്കുന്നത്. ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഇതിൻ്റെ ചെയർമാനായിരുന്നു BR അംബേദ്കർ. ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26-നാണ്. അംഗീകാരം ലഭിക്കുന്നത് 1949 നവംബർ 26-ആണ്. അതുകൊണ്ട് തന്നെ നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. നിലവിൽ വന്നത് 1950 ജനുവരി 26-ന്. ഭരണഘടനാ നിർമ്മാണ സഭ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കരട് രൂപം തയ്യാറാക്കുന്നു. ചെയർമാൻ BR അംബേദ്കർ. ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത് 1949 നവംബർ 26-നാണ്. നവംബർ 26 ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു. ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. ദെൻ ഭരണഘടനാ ആമുഖം. ഭരണഘടനാ ആമുഖം തുടങ്ങുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വാക്യത്തിലാണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം, അത് ഭരണഘടന തുടങ്ങുന്നത് തന്നെ ഈ വാക്കുകളിലാണ്. ദെൻ ഭരണഘടനാ ആമുഖത്തിലെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് പരമാധികാര, സ്ഥിതി, സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. 5 കാര്യങ്ങളാണ്. പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരം, ജനാധിപത്യം, റിപ്പബ്ലിക്. ഭരണഘടനാ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള തീയതി ഏതാണെന്ന് ചോദിച്ചാൽ 1949 നവംബർ 26-ആണ്. ഭരണഘടനാ ആമുഖത്തിൽ വരുന്ന തീയതിയാണ് 1949 നവംബർ 26. ഭരണഘടനാ ആമുഖത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയാണ് 1976-ലെ 42-ാം ഭേദഗതി. ഇതിലെ 2-ാം വകുപ്പ് പ്രകാരം ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരം, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നു. ആമുഖത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയാണ് 1976-ലെ 42-ാം ഭേദഗതി. 2-ാം വകുപ്പ് പ്രകാരം സ്ഥിതി സമത്വം, മതേതരം, അഖണ്ഡത ഈ 3 വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നു. ദെൻ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? പരമാധികാരം, സ്ഥിതി സമത്വം, ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്. ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. ബ്രീഫായിട്ട് പാഠപുസ്തകവും ഹാൻഡ് ബുക്കും റെഫറൻസ് ചെയ്ത് എല്ലാ പോയിന്റ്സ് ഉൾക്കൊള്ളിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. ക്ലാസ് ഉപയോഗപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. തുടർന്നുള്ള പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്